ബാഹ്യമായ പലതിനും അമിത പ്രാധാന്യം കൊടുക്കുന്നതിനാലാകുന്നു ബന്ധങ്ങളിൽ ഉലച്ചിലുണ്ടാകുന്നത്. മറ്റുള്ളവരുടെ ആന്തരിക സൗന്ദര്യം വളർത്തുവാനും മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ ദൃഢമാകുവാനും നാം ശ്രദ്ധിക്കണം. മറ്റുള്ളവരുടെ വ്യക്തിത്വം, സ്വീകാര്യത, സുരക്ഷിതത്വം, പ്രാമുഖ്യം എന്നീ അടിസ്ഥാന കാര്യങ്ങളിൽ നമുക്ക് പ്രത്യേകം ശ്രദ്ധ വേണം. ജീവസന്ദേശം ബൈബിൾ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ദൈവത്തോടുകൂടിയുള്ള ജീവിതത്തിൽ ഒരു ഭക്തൻ അനുഭവിക്കുന്ന സ്വസ്ഥതയും സംതൃപ്തിയും ഒക്കെയാണല്ലോ 1-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചത്. പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് തൻ്റെ ആടുകളെ നയിക്കുന്ന നല്ല ഇടയനെ പോലെ തൻ്റെ ശബ്ദം കേട്ട് തന്നെ അനുഗമിക്കുന്നവരെ ദൈവം നയിക്കുന്ന വിധങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്തു പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ദൈവവുമായി അഭേദ്യമായ ബന്ധമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ. 2-ാം അധ്യായത്തിൽ നിന്നാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ബൈബിളിൽ നാം സാധാരണ വായിക്കുകയോ പഠിക്കുകയോ ചെയ്യാത്ത ഒരു പുസ്തകമായ ഉത്തമഗീതമാകുന്നുവല്ലോ ഈ ദിവസങ്ങളിൽ നാം ചിന്തിക്കുവാൻ ആരംഭിച്ചിരിക്കുന്നത്. 1-ാമത്തെ അധ്യായത്തിലെ പഠനം തന്നെ നിങ്ങളുടെ ചിന്താഗതികളിൽ മാറ്റം വരുത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്താൽ നിയമിതമായ ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ പവിത്രത മനുഷ്യവാക്കുകളിൽ പ്രകടിപ്പിക്കുവാൻ കഴിയുന്നതിൻ്റെ പരമാവധിയാകുന്നു ഉത്തമഗീത പുസ്തകത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നത്. ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ആഴം വെളിപ്പെടുത്തുന്ന സംഭാഷണങ്ങൾ, ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ പവിത്രത അറിഞ്ഞ് അത് കാത്തുസൂക്ഷിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ഇതിൻ്റെ പൊരുൾ മനസ്സിലാകൂ. അങ്ങനെ അറിയുന്ന ഒരു കുടുംബം തങ്ങളുടെ ബന്ധത്തെ ക്രിസ്തുവും അവനിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴങ്ങളെ അറിയുവാനും ആസ്വദിക്കുവാനും വേണ്ടി ഈ മഹത്തായ പുസ്തകം ഉപയോഗിക്കും. അല്ലാത്തവർക്ക് ഇതിൽ കാണുന്നതെല്ലാം അശ്ലീലമായി തോന്നും. അങ്ങനെയുള്ള ബന്ധങ്ങളിൽ നിസ്വാർത്ഥവും ത്യാഗോജ്വലവുമായ സ്നേഹത്തേക്കാൾ കാര്യസാധ്യത്തിനായുള്ള അഭിനയം മാത്രമേ കാണൂ. ഉത്തമഗീത പുസ്തകത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന സത്യങ്ങളിൽ ഒന്ന് വൈവാഹിക ജീവിതത്തിലെ യഥാർത്ഥ സ്വർഗാനുഭൂതി എന്താകുന്നു എന്നതത്രേ. യഥാർത്ഥവും ദൈവഹിതപ്രകാരം ഉള്ളതുമായ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ മാത്രമേ ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ അർത്ഥവും ആഴവും അറിയുവാനും ആസ്വദിക്കുവാനും കഴിയൂ. ഇന്ന് നാം ഉത്തമഗീത പുസ്തകം 2-ാം അധ്യായമാകുന്നു ചിന്തിക്കുവാൻ ആരംഭിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സ്വഭാവ സവിശേഷതകളാണ് ഈ വർണ്ണനയിലൂടെ നാം ഇന്ന് കാണുന്നത്. ശാരോനിലെ പനിനീർ പുഷ്പത്തെക്കുറിച്ചാണ് ആദ്യം നാം ചിന്തിക്കുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. ഞാൻ ശാരോനിലെ പനിനീർ പുഷ്പവും താഴ്വരകളിലെ താമരപ്പൂവും ആകുന്നു. ഇവിടെ സംസാരിക്കുന്നത് കാന്ത ആകുന്നു എന്നാണ് കൂടുതൽ ആളുകളും വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായൊരു നിലപാടാണ് ഞാൻ സ്വീകരിക്കുന്നത്. ഇവിടെ സംസാരിക്കുന്നത് കാന്തൻ ആകുന്നു എന്നത് വിശ്വസിക്കുവാൻ ഏറെ കാരണങ്ങളുണ്ട്. ഇത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ചിത്രവും അവൻ്റെ സൗന്ദര്യം പ്രതിബിംബിക്കുന്നതുമാകുന്നു എന്നതിനാൽ കാന്ത ഇത് പറയുവാൻ യാതൊരു സാധ്യതയുമില്ല. ഞാൻ ശാരോനിലെ പനിനീർ പുഷ്പവും താഴ്വരകളിലെ താമരപ്പൂവുമാകുന്നു എന്ന് മനുഷ്യരിൽ ആർക്കും തന്നെ തങ്ങളെക്കുറിച്ച് പറയുവാൻ കഴിയുകയില്ല. ഇത് മണവാട്ടിയുടെ വാക്കുകളല്ല, പിന്നെയോ മണവാളനായ ക്രിസ്തുവിൻ്റെ വാക്കുകളാണ്. ഇത് രാജാവാകുന്നു സംസാരിക്കുന്നത് എന്ന് പല പഴയ വ്യാഖ്യാതാക്കളും വ്യക്തമാക്കിയിട്ടുണ്ട്. ഫ്രഞ്ച്, ഇറ്റാലിയൻ, പോർച്ചുഗീസ് പരിഭാഷകളിൽ ഇത് മണവാളൻ്റെ സ്വരമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഈ വാക്കുകൾ കർത്താവായ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നു. അവൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 11:29 ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകുന്നു എന്ന്.
ഈ പ്രസ്താവന എൻ്റെയോ നിങ്ങളുടെയോ വായിൽ നിന്ന് വരുന്ന പക്ഷം അത് താഴ്മയോ സൗമ്യതയോ ആയിരിക്കില്ല, ആകുമോ? വാസ്തവത്തിൽ അത് അഹങ്കാരമായിരിക്കും. എന്നാൽ കർത്താവിൻ്റെ പ്രസ്താവന യഥാർത്ഥ സൗമ്യതയുടെ വാക്കുകളായിരുന്നു. കാരണം അവൻ സൗമ്യതയും വിനയവും ഉള്ളവൻ ആകുന്നതിന് വേണ്ടി സകലവും ഒഴിഞ്ഞുവെച്ചു. സ്വർഗത്തിൻ്റെ മഹിമകളെ വിട്ടിട്ടാണ് അവൻ ഇറങ്ങി വന്നത്. മനുഷ്യനെ ചിന്തിക്കാവുന്നതിനപ്പുറമായിരുന്നു അവൻ. ഈ ഭൂമിയിൽ ഏതൊരു മനുഷ്യനും ചിന്തിക്കാവുന്നതിനേക്കാൾ അവൻ താണിറങ്ങിയതായ അവസ്ഥയിലേക്ക് വന്നു. അവനെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിന് താഴെയുള്ളതെല്ലാം സൗമ്യതയാണ്. ഇവിടെ അവൻ പറയുന്നു, ഞാൻ ശാരോനിലെ പനിനീർ പുഷ്പവും താഴ്വരകളിലെ താമരപ്പൂവും ആകുന്നു എന്ന്. ഇത് രണ്ടും ശ്രദ്ധേയമായ പുഷ്പങ്ങളാണ്. എല്ലാ പുഷ്പങ്ങളുടെയും മുൻപന്തിയിൽ നിൽക്കുന്നത് റോസാപ്പൂവ് അഥവാ പനിനീർ പുഷ്പമാണ്. ശാരോനിലെ പനിനീർ പുഷ്പം അസാധാരണമാം വിധം മനോഹരമായ പുഷ്പമാണ്. യോപ്പ മുതൽ ഹൈഭ വരെ കിടക്കുന്ന കടൽ തീര പ്രദേശമാണ് ഈ ശാരോൻ താഴ്വര എന്നറിയപ്പെടുന്നത്. ആ പ്രദേശം ആണ്ടിൻ്റെ എല്ലാ സമയത്തും വളരെ മനോഹരമായിരിക്കും എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. പല വിധത്തിലുള്ള അനേകം പുഷ്പങ്ങൾ അവിടെ കാണുവാൻ കഴിയുന്നു. ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്ന വളരെ മനോഹരമായ പുഷ്പമാണ് ശാരോനിലെ പനിനീർ പുഷ്പം. റോസാച്ചെടിക്ക് ആരംഭം മുതൽക്കേ മുള്ളുകൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ ഇന്ന് മുള്ളുകളുള്ള റോസാച്ചെടിയാകുന്നു നാം കാണുന്നത്. ഭൂമി ശാപത്തിൻ കീഴിലാകുന്നു എന്ന് മനോഹരമായ റോസാച്ചെടി പോലും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, മുള്ളും പറക്കാരിയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും എന്നാണ്. ശപിക്കപ്പെട്ട മനുഷ്യന് ലഭിച്ചതായിട്ടുള്ള ഒരു ശാപമാണത്. മനുഷ്യൻ്റെ പാപം നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എന്ന് യേശു പറഞ്ഞപ്പോൾ താൻ അത്യാവശ്യമുള്ള കാര്യമാകുന്നു എന്നാണ് അവൻ പറഞ്ഞത്. ജീവൻ നിലനിർത്തുന്നതിന് അപ്പം ആവശ്യമാണ്. പ്രവർത്തനത്തിൽ മുൻപോട്ട് പോകുന്നതിന് നമുക്ക് അത് ആവശ്യമാകുന്നു. ജീവൻ്റെ അത്യാവശ്യമായ ഒരു കാര്യമാണത്. ആയിരങ്ങൾ മരണത്തിൻ്റെ വക്കിൽ വിശ്വാസത്തോടെ തളർന്ന കൈകൾ കൊണ്ട് ആ അപ്പം സ്വീകരിച്ചിട്ടുണ്ട്. അവർ ഭക്ഷിച്ച് ജീവൻ പ്രാപിക്കുകയും ചെയ്തു. താൻ സത്യമുന്തിരിവള്ളി ആകുന്നു എന്ന് യേശു പറഞ്ഞിരിക്കുന്നു. സത്യമുന്തിരിവള്ളി എന്ന നിലയിൽ അവൻ മഹത്വകരമായ മനോഹരമായ സന്തോഷം നമുക്ക് നൽകുന്നു. തിരുവചനം ഇപ്രകാരം പറയുന്നു, നശിക്കുമാറായിരിക്കുന്നവന് മദ്യവും മനോവ്യസനമുള്ളവന് വീഞ്ഞും കൊടുക്കുക. സദൃശവാക്യം 31-ന്റെ 6-ാം വാക്യം. ക്രിസ്തു നമുക്ക് സന്തോഷവും ആനന്ദവും നൽകുന്നു. ലഹരിയുടെ സന്തോഷമല്ല, മറിച്ച് യഹോവയിങ്കിലെ സന്തോഷമാണ് അവൻ നമുക്ക് നൽകുന്നത്. താൻ ശാരോനിലെ പനിനീർ പുഷ്പമാകുന്നു എന്ന് പറയുമ്പോൾ അവൻ തന്നെ ഒരു അത്യാവശ്യമായി കാണിക്കുകയല്ല, മനുഷ്യ മക്കൾക്ക് അഭിമാനവും സന്തോഷകരവുമായ വ്യക്തിയായി തന്നെ കാണിക്കുകയാണ് ചെയ്യുന്നത്. അവൻ എത്ര നല്ല വ്യക്തിയാണ്. നാം അവനെ ശരിയായി കാണേണ്ടത് ആവശ്യമാണ്. അവിടുന്ന് സത്യവും പരമാർത്ഥതയും പരിശുദ്ധിയും മനോഹരത്വവും നിറഞ്ഞവനാണ്. വയലിൽ കൂടി തൻ്റെ ശിഷ്യന്മാരോട് കൂടെ നടന്നു പോകുമ്പോൾ യേശു ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പീൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. ഇന്ന് അവൻ എന്നോടും നിങ്ങളോടും ശാരോനിലെ റോസാപുഷ്പങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുന്നു. വേറെ വിധത്തിൽ പറഞ്ഞാൽ അവനെക്കുറിച്ച് ചിന്തിച്ച് നോക്കുക എന്ന്. ഇതേ ആഹ്വാനം എബ്രായ ലേഖനത്തിൽ നാം കാണുന്നുണ്ട്. അതുകൊണ്ട് നാം എബ്രായ ലേഖനത്തിൽ തന്നെ വായിക്കുന്നത് 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. യേശുവിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കുക, അവനെ ശ്രദ്ധിച്ചു നോക്കുക, അവനെ മനസ്സിലാക്കുക. അവിടുന്ന് എത്ര മനോഹര രൂപിയാകുന്നു. താഴ്വരകളിലെ താമരപ്പൂവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഞാൻ താഴ്വരകളിലെ താമരപ്പൂവാകുന്നു. എസ്ട്രനോൾ താഴ്വരയിൽ മനോഹരമായ പുഷ്പങ്ങളുണ്ടായിരുന്നു. അവിടെയുള്ള പുഷ്പങ്ങളെ ആയിരിക്കാം ഇവിടെ സൂചിപ്പിക്കുന്നത്. ഞാൻ ശാരോനിലെ പനിനീർ പുഷ്പവും താഴ്വരകളിലെ താമരപ്പൂവുമാകുന്നു. ഇനി 2-ാം വാക്യം നോക്കിക്കാട്ടെ. 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. മുള്ളുകളുടെ ഇടയിൽ താമര പോലെ കന്യകമാരുടെ ഇടയിൽ എൻ്റെ പ്രിയ ഇരിക്കുന്നു.
താമരപ്പൂക്കളുടെ ചുറ്റും മുള്ളുകൾ നിറഞ്ഞ സസ്യങ്ങൾ വളർന്നിരുന്നു. എന്നാൽ അതിന് മുകളിലായി താമര അതിൻ്റെ പച്ച ഇലകളോടുകൂടെ വളർന്നിരുന്നു. മുള്ളുകളുടെ ഇടയിൽ താമര പോലെ കന്യകമാരുടെ ഇടയിൽ എൻ്റെ പ്രിയ ഇരിക്കുന്നു. വേറെ വിധത്തിൽ പറഞ്ഞാൽ യെരൂശലേം പുത്രിമാരുടെ ഇടയിൽ ഈ മണവാട്ടി മുള്ളുകളുടെ ഇടയിൽ താമര പോലെ വ്യത്യസ്തയായി കാണുവാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നാണ് അർത്ഥം. അതെ, തൻ്റെ മണവാട്ടിയെ ലോകപ്രകാരം എത്ര വിരൂപമെന്ന് മറ്റുള്ളവർ വിശേഷിപ്പിച്ചാലും സൗന്ദര്യവതിയായി കാണുന്നതായ കർത്താവിൻ്റെ സ്നേഹമാണ് ഇവിടെ നാം കാണുന്നത്. ക്രിസ്തുവാണ് താഴ്വരകളിലെ താമരപ്പൂവ്. അവൻ പരിശുദ്ധനും സ്നേഹവാനും മനോഹരനുമാണ്. അതുകൊണ്ട് അവൻ്റെ മണവാട്ടിയും താമരയാണ്. കാരണം അവൻ്റെ സൗന്ദര്യത്തിൻ്റെ സ്വരൂപമാണ് അവൾ. അതാണ് അവൾ പ്രതിഫലിപ്പിക്കുന്നത്. സഭ ഇന്ന് ചെയ്യേണ്ടത് ഇത് തന്നെയാകുന്നു. മുള്ളുകളും ഞെരിഞ്ഞലും നിറഞ്ഞ ഒരു ലോകത്തിൽ ക്രിസ്തുവിൻ്റെ സൗന്ദര്യം നാം വെളിപ്പെടുത്തി കൊടുക്കേണ്ടത് അത്യാവശ്യമാകുന്നു. നമ്മെ അതിനു വേണ്ടിയിട്ടാകുന്നു ദൈവം വിളിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ വേർതിരിച്ചിരിക്കുന്നത്. ഇവിടെ പറയുന്നു, മുള്ളുകളുടെ ഇടയിൽ താമര പോലെ കന്യകമാരുടെ ഇടയിൽ എൻ്റെ പ്രിയ ഇരിക്കുന്നു. നമ്മെ ദൈവമാക്കിയിരിക്കുന്ന ഒരു സാക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. മുള്ളുകൾ നിറഞ്ഞതായ, പ്രതിസന്ധികൾ നിറഞ്ഞതായ, പ്രശ്നങ്ങൾ നിറഞ്ഞതായ നമ്മുടെ ചുറ്റുപാടുകളിൽ നാം താമര പോലെ മറ്റുള്ളവർക്ക് ആഹ്ലാദം നൽകുന്ന, അനുഗ്രഹം നൽകുന്ന, സന്തോഷം നൽകുന്ന വ്യക്തികളായി ജീവിക്കേണ്ടതാണ്. അവിടെ നാം യേശുവിനെ സാക്ഷിക്കേണ്ടതാണ് നമ്മുടെ ജീവിതം കൊണ്ട്. കാന്തനെ ശാരോനിലെ റോസാപുഷ്പം പോലെയും താഴ്വരകളിലെ താമര പോലെയുമൊക്കെ വർണ്ണിച്ചിരിക്കുന്നത് നാം കണ്ടു. ഇനിയും വേറൊരു വർണ്ണന, കാട്ടുമരങ്ങളുടെ ഇടയിൽ നാരകം. മണവാട്ടിയാണ് തുടർന്ന് സംസാരിക്കുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം മുതൽ നമ്മൾ അതാണ് കാണുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം ഞാൻ വായിക്കട്ടെ. കാട്ടുമരങ്ങളുടെ ഇടയിൽ ഒരു നാരകം പോലെ യൗവനക്കാരുടെ ഇടയിൽ എൻ്റെ പ്രിയൻ ഇരിക്കുന്നു. അതിൻ്റെ നിഴലിൽ ഞാൻ അതിമോദത്തോടെ ഇരുന്നു. അതിൻ്റെ പഴം എൻ്റെ രുചിക്ക് മധുരമായിരുന്നു. കാട്ടുമരങ്ങളുടെ ഇടയിൽ നാരകം. ക്രിസ്തുവിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ ഏത് വിധത്തിലുള്ള മരത്തെക്കുറിച്ചാണ് വാസ്തവത്തിൽ കാന്ത പറയുന്നത്? അത് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ച് അതിശയിച്ചിരിക്കാം. നാരകം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നല്ല തണൽ തരുന്നതും പൂത്തു കഴിഞ്ഞാൽ സൗരഭ്യം പരത്തുന്നതുമായ വൃക്ഷം. അതിൻ്റെ ഫലങ്ങൾ കാണുവാൻ മനോഹരവും ആരോഗ്യത്തിന് ഉത്തമവും അത്രേ. ഇവിടെ നാരകമെന്ന് പറയുമ്പോൾ നാം സാധാരണ ഉപയോഗിക്കുന്ന ചെറിയ നാരങ്ങ മാത്രമല്ല, ഓറഞ്ച് പോലെയുള്ള ഫലങ്ങളെ അതും ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. വൃക്ഷവും കാണുവാൻ മനോഹരമായതത്രേ നാരകം. ശാരോൻ താഴ്വരയിൽ ലോകത്തിലേക്ക് ഏറ്റവും നല്ല ഓറഞ്ച് ഉണ്ടാകുന്ന സ്ഥലമായി ആ സ്ഥലം പറയപ്പെടുന്നു. അതിൻ്റെ നിഴലിൽ ഞാൻ അതിമോദത്തോടെ ഇരുന്നു എന്ന് കാന്ത പറയുന്നു. അതിൻ്റെ പഴം എൻ്റെ രുചിക്ക് മധുരമായിരുന്നു. നല്ല തണൽ നൽകുന്ന വൃക്ഷമാണ് ഈ നാരകം. അതിൻ്റെ ഫലങ്ങളും മനോഹരമാണ്. നിഴൽ അഥവാ തണൽ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്ന ഒരു ചിത്രമാകുന്നു. സൂര്യൻ തലയ്ക്ക് മീതെ കത്തിയെരിഞ്ഞു നിൽക്കുമ്പോൾ ഒരു കാൽനടക്കാരൻ ഉണ്ടാകുന്ന ആഗ്രഹമാകുന്നു ഇവിടുത്തെ ചിത്രം. ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ഒരു നിഴൽ കാണുമ്പോൾ കാൽനടക്കാരനിൽ ഉണ്ടാകുന്ന ആശ്വാസമുണ്ടല്ലോ, ഇവിടെ ശൂലേങ്കാരത്തിൽ ഉണ്ടാകുന്നു. അപ്പോൾ ദാവീദ് 36-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ പാടിയതുപോലെ, ദൈവമേ നിൻ്റെ ദയ എത്ര വിലയേറിയത്, മനുഷ്യപുത്രന്മാർ നിൻ്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. ക്രിസ്തുമായുള്ള സംസർഗത്തിൽ മാത്രം ലഭ്യമാകുന്ന ആശ്വാസവും വിശ്രമവും കാണിക്കുന്നതാണ് ഈ നിഴൽ എന്ന ചിത്രം. നാം ക്രിസ്തുവിനെ എത്ര അടുത്തറിയുമോ അത്രയേറെ അവിടുത്തെ സാന്നിധ്യത്തിൽ ആയിരിക്കുവാൻ ആഗ്രഹിക്കും. ക്രിസ്തു ഈ മനോഹരമായ വൃക്ഷത്തെ പോലെയാകുന്നു. അതത്ര ഇവൾ പറയുന്നത്. തുടർന്ന് അവൾ വിരുന്നുശാലയെക്കുറിച്ച് പറയുന്നു. 4-ാം വാക്യം വിരുന്നുശാലയെക്കുറിച്ചാണ്. അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടിരുന്നു. എൻ്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. ഇതിൽ ശൂലേങ്കാരത്തി പെൺകുട്ടിയുടെ ഹൃദയം കവർന്ന ഒരു ആട്ടിടയൻ്റെ യഥാർത്ഥ കഥയാണ് നാം കാണുന്നത്.
എന്നാൽ പിന്നീട് രാജാവെന്ന നിലയിൽ അവൻ വന്ന് അവളെ അവകാശപ്പെടുകയും അവളെ യെരുശലേമിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഇപ്പോൾ അവൻ അവളെ വിരുന്നു വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഇതിൽ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകുവാൻ പോകുന്ന സഭയുടെ മനോഹരമായൊരു ചിത്രമാണുള്ളത്. കർത്താവായ യേശു ക്രിസ്തുവും ഓരോ വിശ്വാസിയും തമ്മിൽ ഉണ്ടായിരിക്കാവുന്ന വ്യക്തിപരമായ ബന്ധവും ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നു. കുഞ്ഞാടിൻ്റെ കല്യാണ വിരുന്നിനെ ആയിരിക്കാം ഇത് സൂചിപ്പിക്കുന്നത്. വിശ്വാസികൾ എന്ന നിലയിൽ ഞാനും നിങ്ങളും ദൈവകൃപയാൽ അവിടെ ഉണ്ടായിരിക്കും. അപ്പോഴാണ് പൂർണ്ണമായ സംതൃപ്തി ഉണ്ടാകുന്നത്. എന്നാൽ ഇപ്പോൾ തന്നെ അവൻ എന്നെ രക്ഷയുടെ മേശയിങ്കിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അവനോടുകൂടെ കൂട്ടായ്മയുടെ മേശയിലേക്കും അവൻ എന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. അവൻ എൻ്റെ മുൻപിൽ മേശ ഒരുക്കുന്നു. അതെ, ദൈവവചനമാകുന്ന മേശ അവൻ എനിക്ക് മുൻപാകെ ഒരുക്കുന്നു. ഭക്ഷിച്ച് സംതൃപ്തമായിരിക്കുക എന്ന് അവൻ എന്നോട് പറയുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനന സമയത്തേക്ക് നാം മടങ്ങിപ്പോയാൽ അവൻ ഒരു കൂട്ടം ആളുകൾക്ക് പറഞ്ഞു തീരാത്ത സന്തോഷം കൊണ്ടുവന്നു എന്ന് നാം കാണുന്നു. ആരാണെന്ന് ഓർക്കുന്നുണ്ടോ? വൃദ്ധനായ ശിമയോനും വൃദ്ധയായ വിധവയായിരുന്ന ഹന്നായും. അവർ ദൈവാലയത്തിൽ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ വരുമെന്ന വലിയ പ്രത്യാശ അവർക്കുണ്ടായിരുന്നു. ഒരിക്കൽ യോസഫും മറിയയും യേശുക്കുഞ്ഞിനെയും ദേവാലയത്തിൽ കൊണ്ടുവന്നു. ആ ദിവസം ദൈവാലയം കർത്താവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കാത്തിരുന്ന ആ വൃദ്ധരായ രണ്ടാളുകൾക്കൊരു വിരുന്നു വീടായി തീർന്നു എന്ന് പറയാം. നാളുകളായി കാത്തിരുന്ന ആ അനുഗ്രഹീതമായ നിമിഷം, ആ നിമിഷം വന്ന അവസരം. അതിനു മുമ്പ് തന്നെ ദൈവം യോസഫിനെയും മറിയയെയും വിരുന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവൾ രക്ഷകൻ്റെ അമ്മയായി തീരും എന്ന് അമ്മയായ മറിയോട് ദൈവദൂതൻ അറിയിച്ചപ്പോൾ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ടവളായ താൻ തന്നെയാണ് ആ കുട്ടിയുടെ അമ്മയായി തീരുവാൻ പോകുന്നത് എന്ന കാര്യം അവൾക്ക് മനസ്സിലായി. വിശ്വസിക്കുവാൻ പ്രയാസമായിരുന്ന ആ യാഥാർത്ഥ്യം അവൾ അനുഭവിച്ചറിഞ്ഞു. മറിയം എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കുക. മറിയ പറഞ്ഞു, വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു എന്ന്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 53-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്ന് ഇവിടെ കാന്ത പറയുന്നു. ഉത്തമഗീതത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ ചിത്രമാണ് ലൂക്കോസ് തൻ്റെ സുവിശേഷത്തിൽ മറിയയുടെ ആ ഗീതത്തിലൂടെ നമ്മോട് പറയുന്നത്. ആദ്യം ഈ പെൺകുട്ടിയുടെ പ്രാർത്ഥന, നിൻ്റെ പിന്നാലെ എന്നെ വലിക്കുക, നാം ഓടിപ്പോക എന്നായിരുന്നു. 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. ക്രിസ്തുവിനെ അവൻ്റെ സൗന്ദര്യത്തിലും മഹത്വത്തിലും കാണുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കണ്ണുകളെ തുറക്കുന്നില്ല എങ്കിൽ ഈ അനുഭവത്തിൻ്റെ വിശേഷത ഒരിക്കലും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. ഞാൻ വീണ്ടും പറയട്ടെ, ക്രിസ്തുവിനെ അവൻ്റെ സൗന്ദര്യത്തിലും മഹത്വത്തിലും കാണുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കണ്ണുകളെ തുറക്കുന്നില്ലെങ്കിൽ ഈ അനുഭവത്തിൻ്റെ വിശേഷത, അതിൻ്റെ മഹത്വം ഒരിക്കലും നമുക്ക് മനസ്സിലാക്കുവാനോ ആസ്വദിക്കുവാനോ കഴിയുകയില്ല. നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട്, നമ്മുടെ സ്വന്തം പ്രാഗൽഭ്യം കൊണ്ട് അത് നേടിയെടുക്കാമെന്ന് ചിന്തിച്ചാൽ വെറുതെ സമയം കളയുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെടുത്തി തരണം. ദൈവം നമുക്ക് വേണ്ടി വലിയ വിരുന്നൊരുക്കിയിരിക്കുമ്പോൾ പന്നികളോടുകൂടെ, അതെ, ഈ ലോകത്തിൻ്റെ മ്ലേച്ഛത ഭക്ഷിക്കുന്ന മുടിയനായ പുത്രനെ പോലെ ആയിരിക്കുന്നതിൽ നാം ഒരിക്കലും സംതൃപ്തിപ്പെടരുത്. പിതാവിൻ്റെ ഭവനത്തിൽ വിരുന്ന് അനുഭവിക്കേണ്ട നാം ഈ ലോകത്തിൻ്റെ മ്ലേച്ഛതയിൽ അത് ആസ്വദിച്ചുകൊണ്ട് ജീവിച്ചാൽ എത്ര പരിതാപകരമാണ്, എത്ര ലജ്ജാകരമാണ്. ഇവിടെ സ്നേഹത്തിൻ്റെ കൊടിയെക്കുറിച്ച് പറയുന്നത് ശ്രദ്ധിച്ചോ. അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൊണ്ടുവന്നു. എൻ്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. ഇന്നും നമ്മുടെ മീതെ ഒരു കൊടി പാറിപ്പറക്കുന്നുണ്ട്. ആ കാലത്ത് കൊടിക്ക് പല അർത്ഥമുണ്ടായിരുന്നു. യുദ്ധത്തിന് പോകുമ്പോൾ സൈന്യങ്ങൾ തങ്ങളോടുകൂടെ കൊടി കൊണ്ടുപോയിരുന്നു. എൻ്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു എന്ന് ഈ ശൂലേകാരത്തെ പറയുമ്പോൾ കൊടിയുടെ വിവിധ അർത്ഥങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റോമൻ പട്ടാളത്തിൻ്റെ കൊടി അത് ആക്രമണത്തിൻ്റെ ചിഹ്നമായിരുന്നു. ദൈവപുത്രൻ ഇന്നും യുദ്ധത്തിന് മുന്നേറുന്നു. മനുഷ്യരുടെ ആത്മാക്കളെ തേടിപ്പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം ഇന്നുമുണ്ട്. എന്നാൽ നമ്മിൽ പലരും അവനോട് എതിർക്കുന്നു.
എൻ്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി ആക്രമണത്തിൻ്റെ കൊടിയായിരുന്നു, തേടിപ്പിടിക്കുന്ന കൊടി. ഞാൻ വേണ്ട എന്ന് പറഞ്ഞ് മാറുന്ന സമയത്ത് എന്നെ തേടിപ്പിടിച്ച് തൻ്റെ സന്നിധിയിലേക്ക് അടുപ്പിക്കുന്ന ദൈവകൃപ. പിന്നെ കൊടി സംരക്ഷണത്തിൻ്റെ ചിഹ്നമായിരുന്നു. കർത്താവായ യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ പിതാവ് അവനെക്കുറിച്ച് ഇപ്രകാരം സാക്ഷ്യം പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. അവൻ്റെ നാഴിക വരുന്നത് വരെ യേശുവിൻ്റെ ശത്രുക്കൾക്ക് അവനെ തൊടുവാൻ കഴിഞ്ഞില്ല. അവൻ സംരക്ഷിക്കപ്പെട്ടിരുന്നു. സമയം വന്നപ്പോൾ അവർ അവനെ പിടിച്ച് ക്രൂശിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് അവൻ ആ സമയം നിലവിളിച്ചു. ദൈവം അവനെ കൈവിട്ടത് കൊണ്ട് തങ്ങൾക്കിഷ്ടമുള്ളതുപോലെ അവനോട് ചെയ്യാമെന്ന് യേശുവിൻ്റെ ശത്രുക്കൾ കരുതി. അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. അവൻ ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ വിടുവിക്കട്ടെ, ഞാൻ ദൈവപുത്രനെന്ന് അവൻ പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞ് അവർ അവനെ പരിഹസിച്ചു. എന്നാൽ ദൈവം അപ്പോഴും തൻ്റെ പുത്രനിൽ പ്രസാദിച്ചിരുന്നു എന്ന കാര്യം മറക്കരുത്. അവൻ അവനെ മരണത്തിൽ നിന്ന് വിടുവിച്ചു. അവൻ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇപ്പോൾ രക്ഷയുടെയും സംരക്ഷണത്തിൻ്റെയും കൊടി അവൻ്റെ വകയായിരിക്കുന്നു. എല്ലാവരുടെയും മീതെ ആ കൊടിയുണ്ട്. അതെ, അവൻ്റെ സ്വന്തമായിരിക്കുന്ന എല്ലാവരുടെയും മീതെ ആ കൊടിയുണ്ട്. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നനവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. അതെ, അവിടുന്ന് താങ്കളെ സംരക്ഷിക്കും, നിങ്ങളെ കാക്കും. കൊടി ഒന്നാമത് ആക്രമണത്തിൻ്റെ ചിഹ്നമാണ്, സംരക്ഷിക്കുന്നതിൻ്റെ ചിഹ്നമാണ്. ഇനിയും നാം കാണുന്നത് ആ കൊടി നമ്മെ ചേർക്കുന്നതാണ്. നിങ്ങൾക്കൊരു പടയാളിയായി ചേരുവാൻ കഴിയും. അവിടുത്തെ സൈന്യം സന്നദ്ധ സേനയാണെന്ന് ഓർക്കണം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സൈന്യം കൂലിപ്പട്ടാളമല്ല, സന്നദ്ധ സേനയാണ്. പ്രിയ സുഹൃത്തെ, നമ്മുടെ ജീവിതത്തിൽ അതിനുവേണ്ടി സമർപ്പിക്കുന്നു എങ്കിൽ നമുക്കവൻ്റെ പട്ടാളക്കാരായി, പടയാളികളായി തീരുവാൻ സാധിക്കും. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്ന, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും എന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് സന്നദ്ധ സേവനത്തിനായുള്ള പേർ ചേർക്കലാണ്. എൻ്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. അതെ, കർത്താവിൻ്റെ വീഞ്ഞു വീട്ടിലേക്ക് അവൻ നമ്മെ കൊണ്ടുപോയി. സംരക്ഷണത്തിൻ്റെയും വിജയത്തിൻ്റെയും ആക്രമണത്തിൻ്റെയും ചിഹ്നമായ കൊടി നമ്മുടെ മേൽ അവൻ പിടിച്ചു. അവൻ നമ്മെ സംരക്ഷിക്കുന്നവനാണ്, നമ്മെ കരുതുന്നവനാണ്, നമ്മെ നടത്തുന്നവനാണ്. എത്ര ഉറപ്പായിട്ടാണ് ഈ കാന്ത തൻ്റെ കാന്തനെക്കുറിച്ച് പറയുന്നത്. ആ ബന്ധം അത്ര ദൃഢമായിരുന്നു. അങ്ങനെ ഒരു ബന്ധത്തിൽ മാത്രമേ നമുക്ക് ആസ്വദിക്കുവാൻ സാധിക്കൂ. ദൈവം നിങ്ങളെ അപ്രകാരം ഒരു ബന്ധത്തിലേക്ക് നയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സൗന്ദര്യം തൻ്റെ കാന്തയും, തൻ്റെ കാന്തയുടെ സൗന്ദര്യം ക്രിസ്തുവും കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നത് പോലെ ലോകത്തിലുള്ളവർക്ക് അത് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ് വാസ്തവം. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. എന്നാൽ ലോകം അവനെ അറിഞ്ഞിട്ടില്ലായകൊണ്ട് നമ്മെയും അറിയുന്നില്ല എന്നാകുന്നു. ലോകത്തിൻ്റെ അംഗീകാരത്തിന് വേണ്ടിയല്ല, ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.